ചേട്ടൻ തൊടില്ല. ആലപ്പുഴ കായല് ചുറ്റി ബോട്ട് വരണേ, കോട്ടയം പട്ടണം ചുറ്റി റെയില് വരണേ. ആലപ്പുഴ കായല് ചുറ്റി ബോട്ട് വരണേ, കോട്ടയം പട്ടണം ചുറ്റി റെയില് വരണേ. തെയ്താരോ തെയ്താരോ തകതിന്തി മിന്താരോ, 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 തെയ്താരോ തെയ്താരോ തക തെയ്താരോ തെയ്താ. ചേട്ടൻ കുടിച്ചു അല്ലേ? ഞാൻ കുടിച്ചില്ല. പിന്നെ ഇതെന്താ? ഇത് ജീരവെള്ളം, കരിങ്ങാലി. ഇതാണല്ലേ ജീരവെള്ളം? രാജ്മോഹൻ, താൻ എന്തായാലും അങ്ങോട്ട് ചെല്ല്. ഇന്ന് എന്തായാലും അറിഞ്ഞത് നന്നായി. ഒന്ന് കോംപ്രമൈസ് ആയാൽ നമുക്ക് പിന്നെ പേടിക്കാതെ പരസ്യമായിട്ടൊന്ന് ഫിറ്റ് ചെയ്യാമല്ലോ. ഇന്നെന്തായാലും പ്രശ്നം. ഒരു ധൈര്യത്തിന് ഇവനോട് അകത്തോട്ട് പോട്ടെ. ചെല്ല്. മാറിയില്ല. എന്നാ പണിയായി കാണിച്ചേ? കുടിക്കാത്ത ആളിനെ എന്നാത്തിന് നിർബന്ധിച്ച് കുടിപ്പിക്കുന്നേ? താണ്ട കിടക്കുന്നു. ഞാൻ 2 പെഗയെ കുടിക്കാറുള്ളൂ, നിനക്കറിയാമല്ലോ. പുള്ളി ഒരു ജാർ ഒറ്റ ഇരിപ്പിനെ അകത്താക്കുന്നു. ഓ പിന്നെ ശ്രീദേവി പറഞ്ഞല്ലോ തൊടത്തില്ലാന്ന്. ഓ ഒന്ന് പോടി വെണ്ണേ. ലോകത്തുള്ള എല്ലാ ഭാര്യമാർക്കും അവരവരെ ഭർത്താക്കന്മാർ വലിക്കില്ല, കുടിക്കില്ല, പിന്നെ മറ്റ് ആക്ടിവിറ്റീസ് ഒന്നും ഇല്ല എന്നൊരു അന്ധമായ വിശ്വാസമുണ്ട്. ഇത് മോങ്ങാൻ ഇരുന്ന പട്ടിയുടെ തലേ തേങ്ങ വീണ പോലെയാ. അയ്യോ, ശ്രീദേവി ഇപ്പൊ എന്നാ വിചാരിക്കുമെന്തോ? ഓ എന്നാ വിചാരിക്കാനാ? കുടിക്കാനുള്ള ഇൻസ്പിറേഷൻ കൊടുത്തത് ഞാനാ, സമ്മതിച്ചു. പക്ഷേ രാജ്മോഹൻ ഇന്ന് കുടിച്ചതിന്റെ ആഫ്റ്റർ എഫക്ട് നാളെ നീ ആ നെയ്യപ്പത്തോട് ചോദിച്ചാൽ മനസ്സിലാവും. പോയി ഫുഡ് എടുത്ത് പോയി. അത് കൊള്ളാം. മോളെ മോളെ, ചേട്ടന് വിശക്കുന്നടി. വിശക്കട്ടെ, വയറ് നിറച്ച് കുടിച്ചിട്ടുണ്ടല്ലോ. സമ്മതിച്ചു, ഞാൻ കുടിച്ചു. തെറ്റ്. ശ്രീകുട്ടിക്ക് അറിയാവോ, നമ്മുടെ പ്രസ്റ്റേജ് കീപ്പ് ചെയ്യാൻ വേണ്ടിയല്ലേ മോളെ ചേട്ടൻ അല്പം കുടിച്ചത്? പ്രസ്റ്റേജിന് വേണ്ടി കുടിക്കുന്നത് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത്. പൊന്നു ശ്രീ, നീ കേൾക്കാത്ത ധാരാളം സംഭവങ്ങൾ ഈ ലോകത്ത് നടക്കുന്നുണ്ട്. ആ കോട്ടയത്തുകാരൻ അച്ചായ ഒരു കമ്പനി സേക്കിന് വേണ്ടി എന്നെ വിളിക്കുമ്പോൾ ഞാൻ ചെന്നില്ലെങ്കിൽ അച്ചായൻ കരുതും അത് നിന്നെ പേടിച്ചിട്ടാണ്. അതിന്റെ മോശം എന്റെ ശ്രീകുട്ടി കൂടെ ഉണ്ടാവരുമെന്ന് വിചാരിച്ചാ ഞാൻ 2 പേക്ക് അടിച്ചത്. അതുകൊണ്ട് എന്റെ പൊന്നു ശ്രീകുട്ടി, ഞാൻ എത്ര സോറി വേണമെങ്കിലും പറയാം. നിന്റെ കാലല്ല പറ, അവരെടുത്ത് തരും. എനിക്കൊന്നും വേണ്ട. നിനക്കൊന്നും വേണ്ട? എനിക്കും വേണ്ട. ആഹാ, ഒരു നേരം ഭക്ഷണം കഴിച്ചത് ചത്തൊന്നും പോകത്തില്ല. രാജേട്ടൻ കുടിക്കില്ലെന്ന് എന്റെ അഭിമാനത്തോടെ ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുള്ളത്. അയക്കോ, ഇനി എന്ത് വേണമെങ്കിലും അയക്കോ. എന്റെ ശ്രീകുട്ടി ഒരുമാതിരി ഫീൽ ചെയ്ത് വർത്താനം പറയുന്നത്. രാജേട്ടൻ എന്ത് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ല. എന്റെ അമ്മേ, ഞാൻ ഇന്ന് ആരെയാ കണി കണ്ടത്? ഓ എന്റെ ദൈവമേ. മുടി കെട്ടാനും സമ്മതിക്കില്ലല്ലോ. എനിക്ക് ഇവിടെ ഉറങ്ങണം. ഉറങ്ങിക്കോ, വേണ്ടാന്ന് ആരെങ്കിലും പറഞ്ഞോ? അങ്ങനെ കിടന്നുറങ്ങാൻ പറ്റും. എന്നതാ എന്നതാ റോയിച്ച എടുക്കുന്നത്? പിൽസ് കഴിച്ചോ? ഓ, എന്നെ കൊണ്ടൊന്നും വയ്യ. നീ വെറുതെ കുഴപ്പമുണ്ടാക്കരുത്. എന്നതാ കുഴപ്പം? കല്യാണം കഴിഞ്ഞ പെണ്ണുങ്ങൾ പ്രസവിക്കത്തില്ലയോ? നിനക്കിതൊന്നും പറഞ്ഞാ ഇപ്പൊ മനസ്സിലാകുകയല്ല. ഓ, ഇത്രയൊക്കെ അറിഞ്ഞാ മതി റോയിച്ച. എവിടെ ചെന്നാലും ആദ്യം ചോദിക്കുന്നത് എന്തെങ്കിലും വിശേഷം ഉണ്ടോന്നാ. നീ അടുത്തടുത്ത് 3-4 പ്രസവിച്ചു നോക്ക്. ഇതേ പാർട്ടീസ് തന്നെ തിരിച്ചു ചോദിക്കും. എന്നതാ ഷൈനി, നാണമില്ലേ? ഇതൊന്നും നിർത്തിക്കൂടായോ എന്നൊക്കെ. അതുകൊണ്ട് ഐശ്വര്യമായിട്ട് അച്ചായൻ തരുന്ന ഒന്ന് കഴിക്ക്. വെള്ളം കുടിക്ക്. നിനക്കെന്നതാ ഒരു കള്ളലക്ഷണം? നിന്നെ എനിക്ക് അത്ര വിശ്വാസം പോരാ. നീ ആ പാലാക്കാരൻ ബ്ലേഡ് വർക്കിയുടെ മോളല്ലേ? വാ തുറന്നേ. കുറച്ചുകൂടെ തുറന്നേ. അയ്യോ, അപ്പൊ ഇതിനു മുമ്പ് നീ കഴിക്കാതിരുന്നിട്ടുണ്ടോ? ഒറ്റ ദിവസം പോലും മുടങ്ങാൻ പാടില്ലെന്നാ.
ഇനിയിപ്പോ വരുന്നിടത്ത് വെച്ച് കാണാം. ഒന്ന് അയ്യോ, ഞാനെന്തൊരു പട്ടി കിടക്കണം? വേണ്ടാത്ര കഴിക്കണ്ട. പക്ഷെ ഒരു കാര്യം, നീ ഭക്ഷണം കഴിക്കാൻ ഞാൻ ഈ വീട്ടിൽ ഭക്ഷണം കഴിക്കത്തില്ല, അത് വേറെ കാര്യം. ഹോട്ടലിൽ ഭക്ഷണം കിട്ടുമെന്ന് ഞാൻ നോക്കട്ടെ. ഞാൻ പോവാ, എന്നെ പുറകെ വിളിക്കരുത്. എന്താ കുഞ്ഞെ, ഭക്ഷണം കൊടുക്കട്ടെ? വേണ്ട, കാർത്തിനിമ ഊണ് കഴിച്ചോളൂ. നിങ്ങൾ കഴിക്കുന്നില്ലേ? ഞങ്ങൾ താഴേന്ന് കഴിച്ചു. ശ്രീ, എന്റെ ശ്രീകുട്ടി ഇല്ലാതെ ഞാൻ ഒറ്റയ്ക്ക് പുറത്തു പോയി ആഹാരം കഴിക്കുന്ന എനിക്ക് തോന്നുന്നുണ്ടോ? ഇങ്ങോട്ട് തിരിഞ്ഞേ, ഇങ്ങോട്ട് തിരിയാൻ. ദേ, ഇത്രയും നല്ല മുഖത്ത് കണ്ണുനീര് വരാൻ പാടില്ല. ചിരിച്ചേ, ചിരിക്കാൻ. ഞാൻ പറയും ചിരി. എന്നതാ റോയിച്ചിന്റെ ഉദ്ദേശം? അന്ന് രാജേട്ടനോടൊപ്പം കുടിച്ചപ്പോഴേ ഞാൻ പറഞ്ഞതാ, പിന്നെ അത് തന്നെ ആവർത്തിക്കാന്ന് വെച്ചാ? നീ അതിനെത്ര ചൂടാകുന്ന എന്തിനാ? അയാളെന്താ കൊച്ചു കുട്ടിയെ പറ്റുവാന്നു? ഇതുവരെ കുടിക്കാതിരുന്ന ആളാ ഇപ്പൊ റോയിച്ച് നിർബന്ധിച്ച് അയാളെ കുടിപ്പിക്കുന്നത്. എനിക്ക് കാണാൻ മേല ശ്രീദേവിയുടെ സങ്കടവും കരച്ചിലും. നിർത്ത്, ഇവിടെ മാത്രം കേട്ടാ മതി. എല്ലാരും കേക്കട്ടെ, ഞാൻ പറയും. ഇവിടുന്ന് താമസം മാറുന്ന നല്ലത്. നമ്മൾ കാരണം അവരെ അമ്മ പിണങ്ങാൻ പാടില്ല. നിന്നോടാ പറഞ്ഞു നിർത്താൻ. ഇനി ഇവിടെ സംസാരിക്കണ്ട, ഇറങ്ങും. എങ്ങോട്ടാ? ഓ, ഇനി പോകുന്ന സ്ഥലം പറഞ്ഞാലേ വരത്തുള്ളായിരിക്കും. വരാൻ. എന്നതാ കുഞ്ഞെ, എങ്ങോട്ടാ? കേറിയാ. എന്താ കത്രം ചേർത്തി? രണ്ടും കൂടെ പിണങ്ങിയോ? ഇതുകൊണ്ടൊന്നും ആയിട്ടില്ല. രണ്ടുപേരും കൂടിയുള്ള അടുപ്പം കണ്ടപ്പോഴേ ഞാൻ തീരുമാനിച്ചതാ. ഇനി അവിടെയാ. നിങ്ങളുടെ കല്യാണം കൊടുത്ത് പറയാതിരിക്കുക. നീയും കിടന്ന് തുള്ളണ്ട, നീയും തെറ്റിപ്പോ. നിങ്ങളാരാ കത്രീന പുണ്യാളത്തിയോ പ്രവചിക്കാൻ? ഒന്ന് പോതല്ലേ. തള്ള നിന്റെ അമ്മയ്ക്ക് വിളിക്കല്ലോ കേട്ടോ. എന്താ അമ്മയ്ക്ക് വിളിച്ചാല്? സാർദാർജി വരച്ചു വരെ നിർത്തിയോളാ ഈ കത്രീന. വരച്ചത് വരച്ചു കാണോ? വേണ്ട വേണ്ട. അറിയണോ? ആ, എന്റെ ഗുരുവായൂരപ്പാ, ഇത് ചാകത്തുമില്ലേ? ഒരു റൂം വേണം. എ സി വേണോ നോൺ എ സി വേണോ? എ സി തന്നെ ആയിക്കോട്ടെ. 1 മണിക്കൂറത്തേക്ക് മതി. ശരി സാർ. സാർ വൈഫാണ്ട് ഇവിടെ താമസിക്കുന്നത്? വീട്ടിലാരെങ്കിലും ഗസ്റ്റ് വന്ന് കാണും. ഹണിമൂൺ ടൈം അല്ലേ, ഉള്ള ടൈം വേസ്റ്റ് ചെയ്യേണ്ടെന്ന് കരുതിയിരിക്കും. ഇനി പറഞ്ഞു. ഇതിനാന്ന് ഹോട്ടലിൽ റൂം എടുത്തേ? ഇവിടെ ആവുമ്പോ നിന്റെ പ്രസംഗം ആരും കേൾക്കില്ലല്ലോ. എത്ര ഉച്ചത്തിൽ വേണമെങ്കിലും പറഞ്ഞു. ഞാൻ പറയുന്നതന്നെ റോയിച്ചിന് കുറ്റം. റോയിച്ചൻ കാണിക്കുന്നതിനൊന്നുമില്ല. അടുത്തടുത്ത് വീട്ടിൽ താമസിക്കുമ്പോഴേ ആദ്യം ഡിസിപ്ലിൻ മാനേഴ്സ് ഒക്കെ കീപ്പ് ചെയ്യാൻ പഠിക്കണം. എന്നെ ആരും ഒന്നും പഠിപ്പിക്കണ്ട. ഞാൻ എന്നാ ചെയ്യുന്ന നീ പറയുന്നത്? ഞാൻ നിന്റെ ഫ്രണ്ടിനോട് ഇൻഡീസെന്റ് ആയിട്ട് പെരുമാറിയോ? എടീ, കുടിക്കാത്തവൻ എത്ര നിർബന്ധിച്ചാലും കുടിക്കുകയല്ല. ഞാൻ കുടിക്കുന്നതിലല്ല പ്രശ്നം, ഫ്രണ്ടിന്റെ ഹസ്ബൻഡ് കുടിക്കുന്നതില്ല പ്രശ്നം. അതന്നെ റോയിച്ചൻ എങ്ങനെ പറഞ്ഞേ? അത് ഉദ്ദേശിച്ചാണോ ഞാൻ പറഞ്ഞേ? പിന്നെ നീ എന്തുദ്ദേശിച്ചാണ് നീ പറഞ്ഞത്? എനിക്കറിയാം. വേണം, ഒന്നും പറയണ്ട, എനിക്കൊന്ന് കേൾക്കണം.
2 ഐസ്ക്രീം. സർ. ഇനി ഈ കാര്യം പറഞ്ഞ് നമ്മൾ തമ്മിൽ വഴക്കിടരുത്. റോയിച്ച് ഇനി അയാളെ കുടിപ്പിക്കരുത് പ്ലീസ്. ഇല്ല, ഞാൻ ഇനി അയാളെ വിളിക്കാൻ പോവുകയല്ല. പക്ഷെ അയാൾ എന്നെ നിർബന്ധിക്കരുത്. അതുണ്ടാവാൻ പോകുന്നില്ല. എഗ്രീഡ്? എഗ്രീഡ്. അയാള് കുടിക്കുകയില്ലെന്ന് എന്നാ ഉറപ്പല്ല നീ എഗ്രി ചെയ്യുന്നത്? ഞാൻ ശ്രീദേവി കൊണ്ട് പറയിപ്പിക്കാന്നേ. അല്ല വല്ല ആവശ്യമുണ്ടോ ഹോട്ടലിൽ വന്ന് റൂം എടുക്കാൻ? അവന്മാർ എന്നാ വിചാരിച്ചാണ്? ഫസ്റ്റ് ഞാൻ പറഞ്ഞിട്ടാണോ റൂം എടുത്തേ? പിന്നെ ഞാൻ പറഞ്ഞിട്ടാണോ റൂം എടുത്തത്? റോയിച്ചാ ഓക്കെ. ഇന്നാ